കർക്കിടക മാസമായി കഴിയുമ്പോൾ രോഗങ്ങളൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ബോഡീനെ ഒന്നും കൂടി ഒന്ന് പുഷ്ടിപ്പെടുത്താനും കൂടത്തേക്കളെ തന്നെ രോഗങ്ങളോടൊക്കെ ഉള്ള ഒരു പ്രതിരോധ ശേഷി ഒന്ന് കൂട്ടിയെടുക്കാനും ഒക്കെ ആയിട്ട് പണ്ട് കാലം തൊട്ട് നമ്മൾ എന്താ പറയുക ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ ഈ കർക്കിടക മാസത്തുള്ള കർക്കിടക്കഞ്ഞിയും കൂടത്തേക്കളെ തന്നെ കോഴിമരുന്നും കുറേയും ആയുർവേദ കൂട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറേ നാളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഉലുവക്കഞ്ഞിയും കൂടത്തേക്കളെ തന്നെ കോഴിമരുന്നൊക്കെ. ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഴിമരുന്നിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ദേ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. നമ്മുടെ കോഴി അങ്ങനെ വെട്ടി വൃത്തിയാക്കിയത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഇട്ട് തിരുമിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടാട്ടോ നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചണത്. നമ്മൾ ആയുർവേദ മരുന്നുകളിലൊന്നും ഉപ്പ് ഇടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉപ്പിടാണ്ട് മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ടാട്ടോ നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചേക്കണത്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കേട്ടോ ഇത്രയോടെ ഉള്ളൂ. നെയ്യ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ കോഴിയാട്ടോ ഇത്. കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളമൊക്കെ പറ്റിയ സ്ഥിതിക്ക് നമുക്കിനിയിപ്പോൾ ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ അത്യാവശ്യം നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നെയ്യായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. പലരും പല രീതിയിലായിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കണത്. ഇതിന് വേണ്ടിയാണ് കാത്തു നിൽക്കണത്. എന്തിനു വേണ്ടിയാണ് നീ കാത്തു നിൽക്കുന്നത്? എച്ചിക്ക് വേണ്ടിയാണോ? വെളുത്ത പല്ലാണല്ലോ. പല്ലിന് കേടൊന്നുമില്ല കേട്ടോ എൻ്റെ ഉണ്ണിയുടെ. വായിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. എച്ചിക്ക് വേണ്ടിയിട്ടാ. തിന്നോ, ചൂടുണ്ട് എൻ്റെ പിള്ളേ. ആശാളി ജീരകം ചതോപ്പ ഇത് നമ്മൾ ഉണക്കി പൊടിച്ചതാണ്. വറുത്ത് പൊടിച്ചതാണ് നമ്മുടെ മരുന്ന് പൊടി. നമ്മൾ ഈ ഒരു 3 സംഭവങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. നമ്മുടെ ആശാളിയും ജീരകവും ചതോപ്പയും മാത്രമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മളത് നമ്മുടെ ഉലുവക്കഞ്ഞിയിലും കൂടത്തേക്കളെ തന്നെ നമ്മുടെ കോഴിമരുന്നിലും ആ ഒരു സംഭവം ആഡ് ചെയ്യുന്നത്. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലവരിങ്ങനെ കട്ട്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ചിലവരിങ്ങനെ കോഴിമരുന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇതിനുപയോഗിക്കുന്ന അങ്ങാടി മരുന്നുകൾ അങ്ങനെ പലതും നമുക്ക് നമ്മുടെ കടകളിലൊക്കെ സുലഭമായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കയ്പോ കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. അത്യാവശ്യം നല്ല രുചി ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ പറ്റാത്ത സാധനം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇഷ്ടത്തോടു കൂടി ഒരു സാധനം കഴിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയാമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ലവ് യു ഓൾ ആൻഡ് ടാറ്റാ.